ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ബ്ലൗസ് കട്ടിങ്ങിൻ്റെ ടിപ്സുകളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്ലൗസ് കട്ടിങ്ങിൻ്റെ ടിപ്സുകൾ പറഞ്ഞു തരുമ്പോൾ ആദ്യം മുതൽ കാണണം, കണ്ടിന്യൂഷൻ കണ്ടാലാണ് നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ ബോഡിയിൽ നിന്ന് അളവെടുത്തിട്ട് തയ്ക്കുന്ന മെഷർമെൻറ്റിലാണ് നമ്മൾ ഈ ടിപ്സുകളെല്ലാം തരുന്നത്. അപ്പോൾ ബോഡിയിൽ നിന്ന് അളവെടുത്ത് തയ്ക്കാൻ ഏത് കസ്റ്റമറുടെ ഡ്രസ്സ് തയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സ് തയ്ക്കണമെന്നുണ്ടെങ്കിൽ ബോഡിയിൽ നിന്നാണ് അളവെടുത്ത് തയ്ക്കേണ്ടത്. നമ്മളിപ്പോൾ ഈ തരുന്ന വീഡിയോസ് ഇപ്പോൾ കണ്ടിന്യൂഷൻ പാർട്ടാണ്, 3 പാർട്ട് കഴിഞ്ഞു, ഇത് 4th പാർട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിന്യൂഷൻ കണ്ടാലാണ് ഇത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ബ്ലൗസ് കട്ടിങ്ങിൻ്റെ ടിപ്സുകളാണ് നമ്മുടെ വീഡിയോയിൽ ഇപ്പോൾ പറയാൻ പോകുന്നത്. ഒരുപാട് ഐഡിയാസ് നമ്മൾ ഇതിനോട് കൂടെ പറയുന്നുണ്ട്, എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതെന്താണ് അതിൻ്റെ കൊണ്ട് ഗുണം, അതുകൊണ്ടുള്ള ദോഷങ്ങൾ, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്, ഓരോ ബോഡി ലാംഗ്വേജിൽ വരുന്ന വ്യത്യാസങ്ങൾക്കനുസരിച്ച് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ ഇതിനോട് കൂടെ തന്നെ പറയുന്നുണ്ട്. ഇടയിൽ സ്കിപ്പ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കിട്ടില്ല, സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പം തന്നെ ഒരു കുഞ്ഞ് ലൈക്ക് കൂടി തരാട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിത് 4th പാർട്ടാണ് കേട്ടോ. 3 പാർട്ട് കഴിഞ്ഞു. നമ്മൾ ഇനി ബാൻഡ് കട്ടിങ്ങും സ്ലീവ് കട്ടിങ്ങും ആണ് ഈ വീഡിയോയിൽ ഇനി നമ്മൾ പറയാനുള്ളത്. ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുത്ത അളവിന് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതുവരെയും കണ്ടിന്യൂഷൻ ആയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോയുടെ ലിങ്കുകളെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട് കണ്ട ശേഷം ഈ 4th പാർട്ട് കാണും കേട്ടോ. അല്ല ഇനി ബാൻഡ് കട്ടിങ്ങും മാത്രമാണ് അതുപോലെ സ്ലീവ് കട്ടിങ് ആണ് കാണേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ കണ്ടാലും മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളുടെ വീഡിയോയിൽ നമ്മളിനി ബാൻഡാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ആവശ്യം ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും നമ്മൾ കട്ടിങ്ങിൻ്റെ ഭാഗങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് ബാൻഡ് കട്ട് ചെയ്യാനായിട്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് വേസ്റ്റ് മെഷർമെൻറ്റും ആവശ്യമുണ്ട്. ബാൻഡിൻ്റെ വേസ്റ്റ് മെഷർമെൻറ്റ് എടുക്കുന്നത് അത് ആ ബാൻഡിൻ്റെ നീളം കിട്ടാൻ വേണ്ടി, ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് വേസ്റ്റ് മെഷർമെൻറ്റ് ബോഡിയിൽ നിന്ന് എടുത്തത് 28 ആയിരുന്നു. അതിൻ്റെ 4 ഭാഗം എത്രയാണോ അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം 4 ഭാഗം എന്ന് പറയുമ്പോൾ 7, 7 4 28, അപ്പോൾ 7 വരും. പ്ലസ് ½ ഇഞ്ച് നമ്മൾ ബോഡി ലൂസ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ 7.5 നമുക്ക് വേസ്റ്റ് മെഷർമെൻറ്റ് വന്നിട്ടുള്ളത്. ബാക്കിൻ്റെ ഭാഗത്തിൽ നീളം 7.5. അപ്പോൾ ആ ഒരു അളവ് നമ്മൾ കൈയോടെ തന്നെ ഇവിടെ ഇടാവുന്നതാണ്. നമുക്ക് ഇവിടെ കേട്ടോ പറഞ്ഞു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഈ ഒരു ഭാഗത്ത് നമ്മൾ 7.5 ആയിരുന്നല്ലോ വന്നിട്ടുണ്ടായിരുന്നത്. ഈ 7.5 അളവ് കൂടെ വരച്ചിടണം. ഇതാണ് കേട്ടോ നമ്മുടെ 7.5 അളവ്. ഈ ഒരു പോയിന്റ് നമ്മളിതൊന്ന് ചെരിച്ചാണ് ചെറുതായിട്ട് വരയ്ക്കുന്നത്. കാരണം നമ്മൾ ഈ സൈഡ് ഭാഗം ചെരിഞ്ഞാണ് നമ്മൾക്ക് ഇങ്ങനെ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ചെരിച്ച് വരയ്ക്കുന്നത് കേട്ടോ. ചെറിയ നേരിയ രീതിയിലൊന്ന് ചെരിച്ച് വരയ്ക്കുന്നുണ്ട്. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചെരിച്ചിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഈ ഒരു വരയിൽ കൂടെ വേണം നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. നമുക്ക് 7.5 മെഷർമെൻറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. 7 എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടുന്ന അളവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ 7.5 കുറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ആക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് ആക്കുന്നുണ്ട് കേട്ടോ. ഇത് അറ്റത്ത് നിന്ന് എടുക്കുന്നുണ്ട്. കാരണം നമുക്ക് ആവശ്യമുള്ള അളവ് നമുക്ക് ഇതിനകത്ത് കുറവാണ്, ഇതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ഇനി നമുക്ക് വേണ്ടുന്ന ഈ ഒരു സൈഡ് ഭാഗത്തെ അളവ് എന്ന് പറയുന്നത്, ഈ സൈഡിൽ ജോയിൻ ചെയ്യുന്ന ഭാഗത്തെ അളവ് കണ്ടുപിടിക്കുക എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും വെച്ചിട്ടാണ് കണ്ടുപിടിക്കുക. നമ്മൾ ഈ ഒരു ബാക്ക് പാർട്ടിൻ്റെ മെഷർമെൻറ്റ് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തു പോകുന്ന ലൈനിൽ നിന്നാണ് നമ്മൾ എടുക്കേണ്ടത്. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ലൈനാണ് കേട്ടോ. ഇത് ഔട്ടറാണ്. നമ്മൾ സീം അലവൻസ് എടുത്ത് കൊടുത്തതാണ്. 1.25 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ചാണ് നമ്മൾ സീം അലവൻസ് എടുത്ത് കൊടുക്കുന്നത്. 1.25 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്, തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത്. അത് 1.25 ഇഞ്ചിൻ്റെ സീം അലവൻസ് ആണ്. നമ്മൾ ഇതിലെ കൂടിയാണ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്ത് പോകുന്ന ഈ ലൈൻസിൻ്റെ ആ ഒരു ലെങ്ത് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് 9 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. 9 ഒരു പോയിൻ്റ് ഉണ്ട് കേട്ടോ. 9 ഇഞ്ചും ഒരു പോയിൻ്റും ഉണ്ട്. ഓക്കെ, നമുക്ക് 9 ഇഞ്ചും ഒരു പോയിൻ്റുമാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അതിൽ നിന്ന് നമ്മുടെ ഈ ഒരു ഭാഗം ലെങ്ത്ത് കുറയ്ക്കണം. ഈ ഒരു ഭാഗത്തെ ഈ ഒരു പോയിന്റിലേക്ക് ഉള്ളത് കുറയ്ക്കണം. ഇത് വരുമ്പോൾ നമുക്ക് 6 ഇഞ്ചിന് ഒരു പോയിൻ്റ്, 5.25 ഒരു പോയിൻ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ. 5.25 ഒരു പോയിൻ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 9 ഒരു പോയിന്റിൽ നിന്ന് 5.25 ഒരു പോയിന്റ് കുറയ്ക്കണം. അപ്പോൾ നമ്മുടെ ഈ 9 ഒരു നൂലിൽ നിന്ന് 5.25 ഒരു പോയിന്റ് ഒരു നൂല് കുറയ്ക്കണം. അപ്പോൾ ഈ ഒരു നൂലും ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ 9 നിന്ന് 5.25 കുറയ്ക്കുമ്പോൾ നമുക്ക് 3.25 കിട്ടും കേട്ടോ. 3.25 കിട്ടും. 5.25 ഒരു നൂല്, പിന്നെ 9 ഒരു നൂല്. അപ്പോൾ ആ ഒരു നൂലും ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ 1 2 3 3 ആൻഡ് 1/4. അപ്പോൾ എനിക്ക് 3.25
3.25 നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തയ്യൽ തുമ്പ് ഇല്ലാത്തൊരളവാണ്. അതിനോടുകൂടി തയ്യൽ തുമ്പ് മുകളിലേക്കും താഴേക്കും തയ്യൽ തുമ്പ് വരുമ്പോൾ 3/4 ഇഞ്ച് വരും. 1/4 ഇഞ്ച് ഒരു പോയിന്റ് വെച്ചിട്ടാണ് വരിക 2 സൈഡിലോട്ടും തയ്യൽ തുമ്പ്. അപ്പം 3.25 വരും. 3.25 വന്നിട്ടുണ്ടായിരുന്നത്. അതിനോടുകൂടി 3/4 ഇഞ്ച് കൂട്ടുമ്പോൾ 4 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നമുക്ക് 4 ഇഞ്ച് സൈഡിലെ ബാൻഡിൻ്റെ സൈഡ് ഭാഗം വരും. അപ്പോൾ നമുക്ക് ഈ ഒരു ടക്കിനെ നമ്മൾ ഒഴിവാക്കുന്നു. ടക്ക് ഇപ്പം തന്നെ അത്യാവശ്യം നല്ല വീതിയുള്ള തന്നെ ഉള്ള ബെൽറ്റ് ആയതുകൊണ്ട് നമ്മളിതിനെ ഈ ഒരു ടക്കിനെ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. അല്ല എങ്കിൽ നമുക്ക് ഈ ക്യാൻസൽ ചെയ്യണ ഈ 1/2 ഇഞ്ചിൻ്റെ അളവ് കൂടി കുറയും. അപ്പോൾ വീണ്ടും ഇതിനേക്കാളും 1/2 ഇഞ്ച് 4 ഇഞ്ചിൻ്റെ ടക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ അത്രയ്ക്ക് അധികം എടുക്കണില്ല. നമ്മൾ 3.25 ആ ഒരു രീതിയിലാണ് ഇത് എടുക്കുന്നത്. നമുക്ക് ഡയറക്റ്റ് ക്ലോത്തിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് താഴത്തേക്കുള്ള ഇറക്കത്തിന് ബെൽറ്റ് എടുക്കാൻ പറ്റും. പക്ഷേ ഇത് നമ്മൾ ഈ ഒരു പേപ്പറിൽ നിന്ന് തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത്, പേപ്പർ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിനകത്ത് നിന്ന് എടുത്തതുകൊണ്ട് ഇവിടേക്കുള്ള ഒരു അളവ് നമുക്ക് തികയില്ല. നമ്മൾ എക്സ്ട്രാ വേറൊരു സൈഡിൽ നിന്ന് എടുക്കേണ്ടി വരും, ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ വേസ്റ്റ് മെഷർമെൻറ്റിൻ്റെ അളവ് നമ്മൾ എടുത്തിട്ട് ഇവിടെ വരച്ചു. അത് വരച്ചിട്ട് നമ്മൾ സൈഡിലോട്ട് ചെറുതായിട്ട് ചേരിച്ച പോലെയാണ് നമ്മൾ വരച്ചിടുന്നത്. ഓക്കെ, നമുക്കൊരു കാര്യം കൂടി ചെയ്യാൻ വിട്ടുപോയി. ഇതിപ്പോൾ 7.25 പ്ലസ് അതിൻ്റെ കൂടെ നമുക്ക് 7.5 അതിൻ്റെ കൂടെ നമുക്ക് ഇനി ഒരു 1/4 ഇഞ്ചും കൂടി വ്യത്യാസം വരുത്താൻ. കാരണം സൈഡിൽ ഹുക്കും ഹോളും വരുന്ന ഒരു 1/4 ഇഞ്ച് വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു പോയിൻറ്റിൻ്റെ 1/4 ഇഞ്ചും കൂടി ആക്കുമ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വരും. അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ചിരിച്ചിടുമ്പോൾ ഈ ഒരു പേപ്പറിൽ ഇത്രയേ ഉള്ളൂ സ്ഥലം, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് കേട്ടോ. ഈ ഒരു വരി കൂടെ നമുക്ക് വേണ്ടുന്ന അളവ് എന്ന് പറയുന്നത് നമുക്ക് 3.25 വന്ന് 3/4 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി വരുമ്പോൾ നമുക്ക് 4 ഇഞ്ച് വരും. അപ്പോൾ ഇതാ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇവിടേക്ക് എടുക്കാൻ ഇതിനകത്ത് മെറ്റീരിയൽ ഇല്ല, അതായത് പേപ്പർ ഇല്ല. അപ്പോൾ നമ്മൾ ഇത് തൽക്കാലം ഇത് വെച്ച് ചെയ്യുന്ന ബാലൻസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഈ ഭാഗത്ത് നിന്ന് ജസ്റ്റ് ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഞാൻ പറഞ്ഞുതരാം. കുറച്ച് ഇതിനകത്ത് ഇല്ലാത്തത് കൊണ്ടാണ്, പേപ്പർ ഇല്ലാത്തത് കൊണ്ടാണ്. താഴത്തേക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് തന്നെ എടുക്കാമായിരുന്നു. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് തയ്യൽ തുമ്പ് 1.5 ഇഞ്ച്, ഓക്കെ 1.25 ഇഞ്ചായിരുന്നു തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 1.25 ഇഞ്ച് അത് നമ്മൾ ഇതേപോലെ തന്നെ ചെരിച്ചു അരച്ചു. ഓക്കെ, ഇതാണ് നമ്മുടെ അളവ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതിലൊക്കെ നമുക്ക് ആവശ്യമുള്ള അളവില്ലാത്തത് കൊണ്ട് നമ്മൾ ഈ വേറെ സൈഡിൽ നിന്ന് എടുക്കുകയാണ് കേട്ടോ. നമ്മളപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ബാൻഡിൻ്റെ അളവ് എടുക്കാനായിട്ട് ഈ ഒരു സൈഡ് ഭാഗത്ത് തികയാതെ വന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് അതിനെ തന്നെ റീഅഡ്ജസ്റ്റിങ് ചെയ്യാണ് കേട്ടോ. ഈ ഒരു ലൈനിലാണ് നമുക്ക് വേണ്ടത്. നമുക്ക് 3.25 കൂടെ നമുക്ക് തയ്യൽ തുമ്പ് അടക്കം 3.25 വേണ്ടത്. ഓക്കെ, ഈ ഒരു ലൈനിലാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് നീക്കി വരച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടിയില്ല അതിനകത്ത്. ഓക്കെ, ഇത് ഇവിടെ നിന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. നമുക്ക് വന്നിട്ടുള്ള അതിൻ്റെ 7.5 കൂടെ നമ്മൾ 1/4 ഇഞ്ചിൻ്റെ സൈഡിൻ്റെ ഭാഗത്ത് ഹുക്കിൻ്റെ ഭാഗത്തെ തയ്യൽ തുമ്പ് പോകുന്നത്. അതടക്കം വരുമ്പോൾ 7.25 നമുക്ക് വന്നിട്ടുള്ള നീളം ഇങ്ങനെ എടുത്തു, താഴത്തുനിന്ന് എടുത്തു. എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ചെറുതായിട്ടൊന്ന് ചെരിച്ച് വരച്ചിട്ടു. അതിലേക്ക് തന്നെ വരുന്ന രീതിയിൽ ആ കറക്റ്റ് ഏകദേശം ഒരു അളവിലേക്ക് വരുന്ന രീതിയിൽ താഴത്തേക്കായിട്ട് വരച്ചിട്ടു. ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് 3.25 നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. സൈഡ് കുറച്ചപ്പോൾ 9 ഒരു നൂല് മൈനസ് നമുക്ക് പിന്നെ കുറച്ചത് എത്രയായിരുന്നു? 9 ഒരു നൂലിൽ നിന്ന് നമ്മൾ കുറച്ചത് 5.25 ഒരു പോയിൻ്റാണ് നമ്മൾ കുറച്ചുണ്ടായിരുന്നത്. അപ്പോൾ അത് കുറച്ചപ്പോൾ നമുക്ക് 3.25 വന്നിട്ടുള്ളത്. ആ 3.25 കൂടെ നമ്മുടെ തയ്യൽ തുമ്പ് കൂട്ടണം. ഇതിനോട് കൂടി 2 സൈഡിലോട്ടും തയ്ച്ച് പോകുന്ന ആ ഒരു അളവാണ്. 1/4 ഇഞ്ച് ഒരു പോയിന്റ് ഇവിടെയും തയ്ച്ച് പോകും, 1/4 ഇഞ്ച് ഒരു പോയിന്റ് ഇവിടെയും തയ്ച്ച് പോകും. അപ്പോൾ ആ ഒരു അളവ് 3/4 ഇഞ്ച് ആഡ് ചെയ്യണം. ആ ആഡ് ചെയ്യാനുള്ള മെഷർമെൻറ്റും കൂടി എടുത്തിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ വരുമ്പോൾ 3.25 പ്ലസ് 3/4 എന്ന് പറയുമ്പോൾ 4 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഈ ലൈനിൽ നമ്മൾ 4 ഇഞ്ചിൻ്റെ പട്ടയാണ് നമുക്ക് എടുക്കേണ്ടത്. ഈ സൈഡിലേക്ക് വീതി ഇങ്ങനെ ചെരിച്ചിട്ടാണ് നമ്മൾ 4 ഇഞ്ച് എടുക്കേണ്ടത്. ഇതാണ് നമ്മുടെ 4 ഇഞ്ചിൻ്റെ ആ ഒരു പോയിന്റ് വരുന്നത്. ഓക്കെ,
4 ഇഞ്ചിൻ്റെ പോയിന്റ് ഇവിടെയാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് നമ്മുടെ ഈ ഒരു സൈഡ് ഭാഗത്തേക്ക് ഈ ഒരു ഭാഗം നമുക്ക് കുറവായത് കൊണ്ടാണല്ലോ നമ്മുടെ ഈ ഒരു അളവിന് വേണ്ടി നമ്മളിപ്പോൾ ഇതും കൂടി എടുത്തത്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ഇത്രയും ഭാഗം നമുക്ക് കുറവുണ്ടായിരുന്നു. ആ ഒരു കുറവിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ഇതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിലേക്ക് ഷേപ്പ് ഇട്ട് വരച്ചു. ഇങ്ങോട്ടോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ഇട്ട് വരച്ചു. ഇവിടെയാണ് നമ്മുടെ 4 ഇഞ്ച് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു മെഷർമെൻറ്റ്. അപ്പോൾ ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ ഈ ഭാഗത്തേക്ക് ഒന്ന് ഷേപ്പ് ഇട്ട് വരച്ചു. ബാക്കി നമ്മൾ ചെയ്തിട്ടില്ല, ഔട്ടർ വരച്ചെടുത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഈ ഒരു അളവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈഡ് ഭാഗത്ത് നിന്ന് ഒരു സ്വല്പം ഒരു ഷേപ്പാക്കി കൊടുക്കണം. ഇത്രയും വേണ്ട, നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ചെറുതായിട്ട് ഒന്ന് ഒരു 4 ഇഞ്ച് ഷേപ്പ് ആക്കിയിട്ട് ഇങ്ങനെ ഇതിലേക്കൊന്ന് കണക്ട് ചെയ്യാം. കുറച്ച് ദൂരത്തേക്ക് തഴുത്തിയിട്ട് ഈ ഒരു പോയിന്റ് ഇത്ര ദൂരത്തോളം കുറച്ച് ദൂരത്തോളം ആക്കിയാൽ മതി. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ബാൻഡ് കട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ താഴത്തെ ഭാഗത്തെ അളവ് വന്നിട്ട് 7.25. ഓക്കെ, 7.25. തയ്യൽ തുമ്പ് വന്നിട്ട് 1.25. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബാൻഡ് കട്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് സൈഡായിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എസ് എന്ന് എഴുതി വിടുകയാണ് കേട്ടോ. ഈ ഒരു ഭാഗം സൈഡാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇവിടെ ഹുക്കിൻ്റെ ഭാഗമാണെങ്കിൽ ഇവിടെ ഒന്നിൽ എച്ച് എന്ന് എഴുതി വിട്ടാലും മതി. ഹുക്കിൻ്റെ സൈഡാണ്, ഹുക്ക് ഭാഗമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഹുക്കും ഹോളും വയ്ക്കാനായിട്ടാണെന്ന് ഇവിടെ എഴുതി വിട്ടാൽ മതി. ഇവിടെ നമ്മളൊരു സൈഡ് ഭാഗമായതുകൊണ്ട് സൈഡ് ജോയിൻ ചെയ്യാനുള്ളത് കൊണ്ടാണെങ്കിൽ നമ്മൾ സൈഡിൽ നിന്ന് എഴുതി വിട്ടാൽ രസം എഴുതി വിട്ടാൽ മതി. നമ്മൾ അങ്ങനെ ഒരു അടയാളം വയ്ക്കും. നമുക്കിതിപ്പോൾ വശം തെറ്റി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഭാഗം എടുത്ത് നമ്മൾ ഹുക്കിൻ്റെ സൈഡിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചില സമയങ്ങളിൽ ചിലവരുടെ ഈ ഭാഗം വീതി കുറവ്, ഈ ഭാഗം വീതി കൂടുതലും വരും. അങ്ങനെ പലർക്കും പല രീതിയിൽ വരാറുണ്ട്. പല ബ്ലൗസിലും പല രീതിയിൽ വരും. ചിലപ്പോൾ 2 സൈഡും ഈക്വലായിട്ട് വരും. ചിലപ്പോൾ ഈ ഭാഗം കൂടുതലായിരിക്കും, ഈ ഭാഗം കുറവായിരിക്കും. ചിലപ്പോൾ ഈ ഭാഗം കൂടുതലും ഈ ഭാഗം കുറവായിട്ടും വരും. അപ്പോൾ പല രീതിയിൽ വരുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു അടയാളം ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇട്ട് കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് തയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ രസം എഴുതി വിട്ടു, ഇവിടെ രസം എഴുതി വിട്ടു. അപ്പോൾ ഈ ഒരു സൈഡാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് മാറ്റി വെച്ചു. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ട് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്, ഫ്രണ്ട് പാർട്ട് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്, ബാൻഡ് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യാനുള്ളത്. ഈ സ്ലീവ് കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ ആം ഹോൾ എങ്ങനെയാണോ ആം ഹോളിൻ്റെ റിഗാൾ കുഴിച്ചു വെട്ടിയിരിക്കുന്നത് ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ക്യാപ്പ് ഹൈറ്റ് എടുക്കുന്നതും ആം ഹോൾ കുഴിച്ച് വെട്ടുന്നതും ഒക്കെയും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ലെങ്ത്ത് കൂടാതിരിക്കാൻ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് തരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു.